ഹലോ വിവോസ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസുകളിൽ കാണിക്കുന്ന നമ്മുടെ സോഫ്റ്റ് വിൻറ്റഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്റ്റ് സ്റ്റോക്കുകളിൽ എങ്ങനെ കൺഫേം ആയിട്ടുള്ള എൻട്രീസ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കാനോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തുള്ള വീഡിയോ താഴെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓഫീസ് വരുന്ന കേരളത്തിൽ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. എല്ലാ മാർക്കറ്റും അവൈലബിൾ ആണ്. ഓപ്ഷൻസ്, സ്റ്റോക്ക്, ഫ്യൂച്ചർ, കമ്മോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടാറ്റ കെമിക്കലിൻ്റെ ഇൻട്രാഡേ പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ വരുന്നത്. ഏറ്റവും മുകളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇതിൽ നമുക്ക് ഗ്രീൻ കളറിൽ അപ്പാര വരുന്ന നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ, റെഡ് വരുന്ന സെല്ലുമാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ ഇതുപോലെ അലേർട്ട് നോട്ടിഫിക്കേഷൻ വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് മുകളിലത്തെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണിച്ചു തരും. ട്രേഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുക. അതായത് സോഫ്റ്റ് തരുന്ന എല്ലാ ട്രേഡുകളും എടുക്കേണ്ട ആവശ്യമില്ല. കൺഫർമേഷൻ രണ്ട് കൺഫർമേഷൻ മാത്രമേ ഉള്ളൂ. ആരോ വന്നു കഴിഞ്ഞാൽ ബൈ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ആരോ വന്ന ശേഷം താഴത്തോട്ട് നോക്കുക, പ്രൈസ് ഇതുപോലെ ബൈ സോൺ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ഒരു ബാർ കണ്ട്, ഇത് നമ്മുടെ കൺഫർമേഷൻ ബാറുകളാണ് കേട്ടോ. ആ ബാർ നമ്മൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ചില സമയത്ത് നമുക്ക് സിഗ്നൽ വരുമ്പോൾ ചിലപ്പോൾ ആ ബാർ ഗ്രീൻ ആകത്തില്ല. 1-2 ക്യാൻഡിൽ ശേഷം ഗ്രീൻ ആണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതൊരു പ്രശ്നമല്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബൈ നോക്കുകയാണെങ്കിൽ ഈ റെഡ് സ്റ്റാറിനെ ബ്രേക്ക് ചെയ്തിട്ടല്ല ആ ബൈ വന്നിരിക്കുന്നത്. റെഡ് സ്റ്റാറുകൾ റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന എൻട്രീസിന് താഴത്തെ ബാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ഒന്ന് നോക്കി നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ എൻട്രി വരുമ്പോൾ തന്നെ താഴത്തെ 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഉണ്ടാവുക. ആ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത ശേഷം മാർക്കറ്റ് അതിൽ മേലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കയറിയ ശേഷം മാർക്കറ്റ് ഒന്ന് സൈഡേ പോയാൽ, അതുകൊണ്ടാണ് കളർ ചേഞ്ചസ്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് കയറിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ റീ എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുന്ന റീ എൻട്രി നോക്കണമെന്നില്ല. റെസിസ്റ്റൻസ് അതൊരു ബൈ എൻട്രി ആണെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നമുക്ക് റീ എൻട്രി, വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ റീ എൻട്രി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി. നിൽക്കുന്ന ഒരു ലൈവ് മാർക്കറ്റിൽ ഒരു ഡെമോ ട്രയൽ നടത്താൻ താല്പര്യമുണ്ട്, ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.